ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, നൂറ പഴയ പരിപാടി തന്നെ തുടങ്ങിയിരിക്കുകയാണ്, ജനങ്ങളിലേക്ക് ഇട്ട് തരികയാണ് കേട്ടോ. നമുക്കത് കണ്ട ശരിക്കും മനസ്സിലാവുണ്ട്, ഇവർ എന്താ അത് മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയാത്തത്. എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായില്ല. നൂറ വിഷമിച്ചിരിക്കണം പോലെ അഭിനയിച്ച് ക്യാമറയൊക്കെ ഫോക്കസ് ചെയ്യിച്ച് പറയാണ്, ഒരു 1 വീക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്, ഇത്രയും ടാസ്ക് ചെയ്തത്? നൂറൊക്കെ എന്നേ പോണ്ടതാണ്. ഈ ടാസ്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നൂറനെ പിന്നെ അവിടെ നിർത്തിയത്. അപ്പോൾ അതന്നെ വലിയൊരു ഇമ്മ്യൂണിറ്റിയാണ്. നൂറ അത് മനസ്സിലാക്കുന്നില്ല. നൂറയുടെ ചില വലിയ ഗെയിമറാണെന്നാണ്. ഒരു ഗെയിമറും അല്ല. പക്ഷേ ഈ ചെയ്യുന്നത് മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ ടെൻഷൻ അതല്ല കേട്ടോ. അനുമോളത് കേട്ടിട്ട് അനുമോൾ പറയാം, എൻ്റെയും അനീഷേട്ടനെയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടാവുമോ? അത് അനുമോളുടെ ടെൻഷനല്ല, ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം അനുമോൾ ഇതേ അവസ്ഥ തന്നെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ സംഭവത്തിലും അനുമോൾ ആവർത്തിച്ചിരുന്നു. ഒരു തങ്കച്ചനോ എന്തെങ്കിലും ഒരാളെ ഇതേപോലെ തന്നെ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉമ്മ കൊട്ടുക്കലും പിടിക്കലും ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇതേ സ്ട്രാറ്റജി ഇവിടെ യൂസ് ചെയ്തു. പക്ഷേ ഇയാളൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു പേഴ്സൺ, അതായത് നാട്ടിൻപുറത്തൊരു ജെന്യൂൻ ആയിട്ട് ഇയാൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പറ്റിപ്പോ തരികടിയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇയാൾ ഇത് പ്രേമമായിട്ട് ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ ഇത് ലാസ്റ്റ് ഇപ്പോൾ കടന്ന് ജനങ്ങളിലേക്ക് ഇട്ട് തരികയാണ് വീണ്ടും. അയ്യോ, അനീഷിൻ്റെ എൻ്റെയും പ്രണയം പുറത്ത് പോയിട്ടുണ്ടാവൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് അതൊക്കെ ഫണ്ണായിട്ടാണ് പോയിട്ടുണ്ടാവുക, ഇനി അതിനെക്കുറിച്ച് നീ ചോദിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. കൂടുതൽ അടുക്കാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ ഇതാക്കുന്നുണ്ട്. അപ്പോഴും അനുമോൾ ആ കാര്യം തന്നെ എടുത്തിടുന്നു കേട്ടോ. അപ്പോൾ അക്ബർ അവിടെ ഇരുന്ന് പറയണ്ടേ, ഈ അനീഷേട്ടൻ്റെ പ്രണയം ഇത്രയും സീരിയസ് ആയിരുന്നു അല്ലേ, മനസ്സിൽ വെച്ച് നടന്നില്ല, അതന്നെ വലിയ കാര്യമായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് പറയട്ടെ, ഒരു തെറ്റുമില്ല, അയാളുടെ മനസ്സിൽ തോന്നിയത് അയാൾ വിളിച്ചു പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്. അക്ബർ അപ്പോൾ പറയട്ടെ, അനു കുടുങ്ങിട്ടോ എന്ന് പറയുന്നുണ്ട്. എന്ത് കുടുങ്ങൽ? അനുവിനത് സന്തോഷമാണ്. കാരണം അനു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അനു ഇത്രയും നാൾ കാത്തിരുന്നിരുന്നത്. ഷാനവാസ് പറയുന്നുണ്ട്, അത് നിനക്ക് അറിയാഞ്ഞിട്ടാ. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചർച്ചയാവാൻ അനുവിന് അവിടെ ഒരു പ്രധാന ഐക്കണാവാൻ വേണ്ടിയിട്ടാണ് അനു ആ ചെയ്തിരിക്കുന്നതെന്ന് ഷാനവാസിന് കൃത്യമായി മനസ്സിലായി. എന്നോട് ഇന്നലെയാണ് പറഞ്ഞത് ഈ സംഭവം, ഗെയിമായിട്ട് എടുത്തിട്ടുള്ളൂ എന്നൊക്കെയാണ് ഒരു പറയണത് എന്നൊക്കെ ഷാനവാസ് അക്ബറിനോട്. അത് കഴിഞ്ഞ് നെവിനെ സാരി കുടിപ്പിക്കുന്നുണ്ട്. ആ കുടവയറൊക്കെ കാണിച്ച് അനുമോളുടെ സാരി ഒന്ന് ഉടുപ്പിക്കുന്നുണ്ട് കേട്ടോ. നെവിൻ ആ സാരി ഉടുത്തൊരു പെണ്ണായിട്ട് നേരെ അക്ബർ ഒരു ഭാഗത്ത് മൂലയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പട്ടിയൊന്നും കുറയ്ക്കുന്നില്ല, അക്ബർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞായറാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞ ക്ഷീണം കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ നെവിൻ എന്ത് ചെയ്യുന്നതെന്നറിയോ? അക്ബറിൻ്റെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ പെണ്ണൊട്ടി കിടക്കുന്ന പോലെ കിടന്നിട്ട് പിന്നെ പൊട്ടിക്കരയുന്നു. അക്ബർ എന്തോ ചെയ്ത പോലെ പൊട്ടിക്കരയുക, വെറുതെയാണ് കേട്ടോ, അഭിനയിക്കുകയാണ്. അപ്പോൾ ഈ ഈ അക്ബർ ഉണ്ടല്ലോ, അക്ബർ ഒന്ന് പോയടാ അവിടുന്ന്, അയ്യേ അയ്യേ എന്ന് പറഞ്ഞിട്ട് അവനെ ചവിട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ നെവിനെ സാരി ഉടുപ്പിക്കാൻ നെവിൻ പറയുന്നുണ്ട്, എടി കൊള്ളാലോടി നീ, ഞാൻ വിചാരിച്ചു നീ മണ്ണുണ്ണിയാണെന്ന്, നീ നന്നായി സാരി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല രസകരമായിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന്